വിശുദ്ധ നബിദിന നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നബിദിനത്തിന്റെ പുണ്യവുമായി ഈ അയത്തിൽ, കൊല്ലം ജില്ലയിലെ അയത്തിൽ ഒരുപാട് സഹോദരങ്ങൾ, സൗഹൃദ കൂട്ടായ്മയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ചേർന്ന് നടത്തുന്ന അന്നദാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഏകദേശം 35ഓളം ചെമ്പുകളിൽ 5000 പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മം, ആ കർമ്മം ഇവിടെ നടക്കുകയാണ്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ അയത്തിൽ ഭാഗത്തിന് ശരിക്കും ഇന്നത്തെ ദിവസം ഒരു വലിയ ഉത്സവം പ്രതീതിയാണ്. ശരിക്കും 1-2 അല്ല, 5000-ഓളം പേർക്കാണ് നബിദിനത്തിന്റെ ഭാഗമായിട്ട് ആഹാരം വിളമ്പുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ ഒരു സംഘാടക സമിതിയിലുള്ള ആൾക്കാരാണ്. 1-2 അല്ല, 5000 പേർക്കാണല്ലേ? എങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി ഇത്രയും വലിയ രീതിയിൽ? മനസ്സിന് വളരെ സന്തോഷം തോന്നി. തോന്നി. പ്രത്യേകിച്ച് ഒന്നും കൂടി 4 പേരാണ് ഇത് നടത്തുന്നത്. അതിൽ ഒന്ന് ഹിന്ദു സഹോദരനാണ്, ഷാജി. അത് നമ്മളെ മനസ്സിന് ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ഹിന്ദു സഹോദരനും ബാക്കിയുള്ളവർ എല്ലാവരും. അത് മതസൗഹാർദ്ദത്തിന്റെ, ഇവിടെ ഹിന്ദു ഒന്നും ഇല്ല, ഇവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. അത്രത്തോളം ഒരു സ്വരുമയിൽ അവർ എത്രത്തോളം ചേർന്നുകൊണ്ട് മതത്തിനുമൊക്കെ അപ്പുറമാണ് ഇവരുടെ ഒരു സ്നേഹവും കൂട്ടായ്മയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് 5000 പേർക്ക് ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ സെറ്റ് ചെയ്തത്? ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഒരു വിഹിതം ഈ 4 പേരും മാറ്റിയിട്ടിട്ട് ഇതില് ഈ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള 3-4 പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഇത് എത്രത്തോളം ചെമ്പുണ്ടായിരുന്നു? 35ഓളം. അപ്പൊ നമ്മൾ ഇത്രത്തോളം പരിപാടി ഭയങ്കര സക്സസ് ആയില്ലേ? എവിടെയൊക്കെ ആളുകൾ എത്തുന്നത്? വൈകുന്നത് വരെ കൊടുക്കാനുള്ള സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അവര് ഭയങ്കര സന്തോഷത്തിലാണ്. അദ്ദേഹമാണ് സംഘാടകനെങ്കിലും ഈ സ്റ്റോർ ശരിയാക്കിയത് ഇവര് 2 പേരും. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്തു, സ്വന്തമായിട്ട് ഇത് അധ്വാനിച്ച് ഇത് ചെയ്യും, പാചകവും ചെയ്യുകയും ചെയ്തു. അതായത് ഒരു വർഷം കൊണ്ട് ഇവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് സ്വരുക്കൂട്ടിയ തുകയും പിന്നെ മാർക്കറ്റിലുള്ള ജീവനക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചെറിയൊരു തുക സമാഹരിച്ചുകൊണ്ടാണ് 5000 പേർക്ക് അയത്തിൽ ഭാഗത്തുള്ള, അതല്ല അതിനപ്പുറത്തിന് എവിടുന്നൊക്കെയാണെന്ന് അറിയത്തില്ല വന്നത്. ഏതായാലും എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ ധാരാളം ഇങ്ങനെ വിളമ്പി അവരുടെ മനസ്സിലെ, കാരണം അന്നദാനം മഹാദാനം എന്ന് നമ്മൾ കേട്ടില്ലേ, അതുപോലെയാണ് വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം. ഈ ഒരു പുണ്യകർമ്മം അല്ലെങ്കിൽ ഈ ഒരു പുണ്യ നാളുകളിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മയ്ക്കാണ് ഇവിടുത്തെ ആളുകൾ സാക്ഷിയായിരിക്കുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷം. ഏകദേശം 10-35ഓളം ചെമ്പുകളിൽ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ഒരു 5000 പേർക്ക് ഭക്ഷണം വിളമ്പുക എന്ന് പറയുന്നത് കണ്ടില്ലേ? ഈ ചെമ്പുകളൊക്കെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കിയതായിരുന്നു. ഈ ഭക്ഷണത്തിന്റെ പകുതിയും പോയി കഴിഞ്ഞു. ആളുകളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നോക്കി ആ ക്യൂ കണ്ടോ? ഈ ആളുകളൊക്കെ തന്നെ ഈ ഒരു ഭക്ഷണം വാങ്ങിക്കാനും അതിനുവേണ്ടി എത്തിയിരിക്കുന്നവരാണ്. ഏതായാലും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വിവരം അല്ലെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്യൺ.